നവകേരള സദസ്സിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ സംവാദ പരിപാടിയായ മുഖാമുഖം കൂടി സംഘടിപ്പിക്കുന്നത്. നവകേരള സദസ്സിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കോടികൾ ചെലവഴിച്ചുള്ള നവകേരള സദസ് കൊണ്ട് എന്ത് പ്രയോജനമെന്ന ചോദ്യമായിരുന്നു പ്രധാനമായും ഉയർന്നത്. ഇതിനിടെയാണ് വീണ്ടും കോടികൾ ചെലവഴിച്ചുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം സംവാദ പരിപാടി. ഇതിനായി പണം കണ്ടെത്താൻ നെട്ടോട്ടമോടുകയാണ് സർക്കാർ വകുപ്പുകൾ. മറ്റു പദ്ധതികൾക്കായി അനുവദിച്ച പണം വകമാറ്റിയാണ് നിലവിൽ മുഖാമുഖം നടത്തുന്നത്. അടുത്ത മാസം 2-ന് ആലപ്പുഴയിൽ കാർഷിക മേഖലയിലുള്ളവരുമായി മുഖ്യമന്ത്രി സംവദിക്കുന്നുണ്ട്. ഇതിനായി ചെലവ് വരുന്നത് 33 ലക്ഷം രൂപയാണ്. 20 ലക്ഷം രൂപ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്താൻ അനുവദിച്ച തുകയിൽ നിന്ന് വകമാറ്റും. ശേഷിക്കുന്ന 13 ലക്ഷം രൂപ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുൾപ്പെടെ കണ്ടെത്താനാണ് നിർദ്ദേശം. നവകേരള സദസ്സിനായി എല്ലാ ജില്ലകളിലും ഉദ്യോഗസ്ഥർ വ്യാപകമായി പിരിവ് നടത്തിയിരുന്നു. ഇനി സംവാദത്തിന് വേണ്ടിയും പിരിവിനിറങ്ങേണ്ട ഗതികേടിലാണ് ഉദ്യോഗസ്ഥർ. നേരത്തെ യുവജനക്ഷേമ ബോർഡിന്റെ 30 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ മുഖാമുഖത്തിനായി സർക്കാർ വകമാറ്റിയിരുന്നു. കൂടുതൽ വകുപ്പുകളുടെ പണം വകമാറ്റിയാണെങ്കിലും പരിപാടിയുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ